നമസ്കാരം. ഒരു വ്യക്തിയുടെ ജീവിതം എപ്പോഴും അപ്രവചനീയമാണ് എന്ന് തന്നെ പറയാം. എന്താണ് സംഭവിക്കുക? ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ കാര്യങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കുക പ്രയാസകരമേറിയ കാര്യം തന്നെയാണ്. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ പക്ഷിശാസ്ത്രപ്രകാരം പറയുവാൻ സാധിക്കും. അതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് 3 പക്ഷികളുടെ ചിത്രമാണ്. അതിൽ ആദ്യത്തേത് തത്തയാകുന്നു, രണ്ടാമത്തെ ചിത്രം ഉപ്പനും, മൂന്നാമത്തെ ചിത്രം മൈനയുമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ, ജീവിതത്തിലെ ദുരിതങ്ങളും കഷ്ടതകളും ഒഴിവായി സൗഭാഗ്യങ്ങൾ തേടിയെത്തണം എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, ഇഷ്ടദേവതയോട് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തന്നിരിക്കുന്ന 3 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കും, ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഇപ്പോൾ ഇഷ്ടദേവതയോട് ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. ഏവരും പ്രാർത്ഥിച്ചു എന്നാണ് കരുതുന്നത്. ഇനി കണ്ണുകൾ തുറന്ന് ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഏവരും കമന്റ് ബോക്സിൽ ഇഷ്ടദേവതയുടെ നാമം രേഖപ്പെടുത്തുക. സർവ്വ ദുരിതങ്ങളും കഷ്ടതകളും ഒഴിയണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇഷ്ടദേവതയുടെ നാമം രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. തിങ്കളാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി ഞാൻ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ മറക്കാതിരിക്കുക. ആദ്യത്തെ ചിത്രമായ തത്തയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. ലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ടുകൂടി പറയുന്ന ഒരു പക്ഷിയാണ് തത്ത. തത്തയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ജീവിതത്തിൽ ലഭിക്കും എന്ന് തന്നെയാണ് ഫലം. എന്നാൽ അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഫലങ്ങൾ, ആ തടസ്സങ്ങൾ ഒഴിവാക്കുവാൻ വന്നു ചേരുന്ന ആ കാര്യങ്ങൾ ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾ വിനിയോഗിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് അവിടെ നിങ്ങളോടൊപ്പം ഇഷ്ടദേവതയുടെ സാന്നിധ്യം കൂടുതലാണ് എന്നുകൂടി മനസ്സിലാക്കുക. ഇഷ്ടദേവത നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശുഭകരമായ കാര്യങ്ങൾ വന്ന് ഭവിക്കും. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാം. എന്നാൽ ഇഷ്ടദേവതയെ നിത്യവും ആരാധിച്ചു തന്നെ മുന്നോട്ടു പോകണം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവത, അതായത് നിങ്ങളുടെ ഇഷ്ടദേവത ആരാണോ ആ ദേവത നിങ്ങളെ സംരക്ഷിക്കുന്നു. ആ സംരക്ഷണ വലയത്തിനുള്ളിൽ തന്നെയാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം. അതിനാൽ നിങ്ങൾ തീർത്തും സുരക്ഷിതരായ വ്യക്തികൾ തന്നെയാകുന്നു. എപ്പോഴെല്ലാം ഹൃദയം പൊട്ടുന്ന വേദനയിൽ മനസ്സ് വേദനിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം ഈ ശക്തി നിങ്ങളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുമുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച നൽകുന്ന കാര്യം തന്നെയാകുന്നു. ഇഷ്ടദേവതയുടെ കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാൽ തന്നെ നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ വിജയങ്ങൾ നേടുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾ പ്രവർത്തിക്കേണ്ടതാകുന്നു. ധൈര്യം, സ്നേഹം, അതേപോലെ തന്നെ മനോബലം, ശക്തി എന്നിവ വർദ്ധിക്കുന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പല കാര്യങ്ങളും ആലോചിച്ച് നിങ്ങൾ വിഷമത്തിലാണ് എങ്കിൽ പോലും അത് ഒഴിവാക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ഭവിക്കും. എപ്പോഴും നിങ്ങളോടൊപ്പം ഇഷ്ടദേവത കൂടെയുണ്ട് എന്ന വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. മനസ്സറിഞ്ഞ് വിളിക്കുകയാണ് എങ്കിൽ നിങ്ങളോടൊപ്പം ഉണ്ടാവുന്ന ദേവത തന്നെയാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം നിങ്ങളുടെ ചുറ്റിലുമുണ്ട്. ഇത് കണ്ടറിയുവാനും മനസ്സിലാക്കുവാനും ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. മനസമാധാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഒഴിവാക്കേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുകയും ആ കാര്യങ്ങളെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. ആരോഗ്യം വർദ്ധിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ കാലമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ
വന്ന് ഭവിക്കാവുന്നതുമാണ്. ഇഷ്ടദേവത കൂടെയുണ്ട്. അത് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുക. രണ്ടാമത്തെ പക്ഷിയായ ഉപ്പനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. നിങ്ങൾക്ക് ബന്ധങ്ങളിൽ ഉലച്ചിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. വേണ്ടപ്പെട്ട ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ആ ബന്ധങ്ങളിൽ ഉലച്ചിൽ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. ഏവർക്കും ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് നിങ്ങൾ. സംസാരത്താൽ ഏവരുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ, ശുഭകരമായ പ്രതീക്ഷകൾ നൽകുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ. സ്വന്തം കഴിവില്ലായ്മയെ ഓർത്ത് ദുഃഖിക്കരുത്. ഏവർക്കും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പരാജയങ്ങൾ സംഭവിക്കാം. അതിന്റെ അർത്ഥം അത് അവസാനം എന്നല്ല, തുടക്കം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പരാജയപ്പെട്ട കാര്യങ്ങൾ അത് നിങ്ങൾ മറന്ന് മുന്നോട്ട് പോകേണ്ടത് തന്നെയാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരും എന്ന കാര്യം നിസ്സംശയം പറയാം. നിങ്ങളിലെ ഗുണങ്ങൾ നിങ്ങൾക്ക് ഉയർച്ചയും സന്തോഷവും നൽകും എന്ന കാര്യം തീർച്ച തന്നെയാണ്. നിങ്ങളുടെ തെറ്റിനാലല്ല ഇങ്ങനെ ദുഃഖങ്ങളും വിഷമതകളും നിങ്ങൾ അനുഭവിക്കുന്നത് എന്ന് തന്നെ മനസ്സിലാക്കുക. ആഗ്രഹിച്ച അത്രയും നേടുവാൻ സാധിക്കാത്തതിനാൽ ഈ വിഷമതകൾ നിങ്ങൾ നേരിടുന്നു എന്നതാണ് വാസ്തവം. നിങ്ങൾ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നു. അത് ജീവിതത്തിൽ നടക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുകയും ചില അവസരങ്ങളിൽ പ്രയത്നിക്കുകയും ചെയ്യുന്നു. എന്നാൽ വിചാരിച്ച അത്രയും നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല. എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ കൂടി നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ചെറിയ കുറവുകൾ വലിയ കുറ്റങ്ങളായി മറ്റുള്ളവർ കാണുക തന്നെ ചെയ്യും. നിങ്ങളെ പലപ്പോഴും വിമർശിക്കുകയും ചെയ്യും. അതെല്ലാം അവരുടെ കാഴ്ചപ്പാടായി തന്നെ നിങ്ങൾ കണക്കാക്കുക. നിങ്ങൾ അതിൽ തളരാതെ തന്നെ മുന്നോട്ട് പോവുക. വിജയങ്ങൾ നിങ്ങൾക്ക് നേടുവാൻ സാധിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ വളരെയധികം വിഷമതകൾ അനുഭവിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അത്തരത്തിൽ വിഷമതകളുണ്ട് എന്നതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു. മറ്റുള്ളവരാൽ ദുഃഖങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. എന്നിരുന്നാൽ പോലും ദുഃഖങ്ങൾ നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ നിങ്ങൾ വിഷമിക്കരുത്. ഈ കുറ്റപ്പെടുത്തലുകൾ അത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മനസ്സ് തളർത്തുവാൻ കാരണമായി തീരരുത്. നിങ്ങൾക്ക് മുൻപിൽ വന്ന് അവർ ഒരിക്കൽ പശ്ചാത്തപിക്കുന്ന അവസരങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുക തന്നെ ചെയ്യും. നിങ്ങളെ അർഹിക്കാത്തവരാണ് അവർ നിങ്ങളെ വിഷമിപ്പിക്കുന്നു. അതിൽ നിങ്ങൾ വിഷമിച്ച് ഒരിക്കലും നിങ്ങൾ മുന്നോട്ടു പോകാതിരിക്കരുത് എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. നിങ്ങൾ ആര് തന്നെ ഇത്തരത്തിൽ സംസാരിച്ചാലും നിങ്ങൾ മുന്നോട്ട് പോവുക തന്നെ വേണം. നിങ്ങളെ കാത്ത് വിജയങ്ങളും സൗഭാഗ്യങ്ങളും കാത്തിരിക്കുന്നു എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. ഇഷ്ടദേവതയെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. അർഹിക്കുന്ന അംഗീകാരവും ബഹുമാനവും നിങ്ങളെ തേടി എത്തുക തന്നെ ചെയ്യും. മൂന്നാമത്തെ പക്ഷിയായ മൈനയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. വലിയ വിജയങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. അതിനുള്ള അവസരങ്ങളാണ് വന്നു ചേരുക. സൗഭാഗ്യം ജീവിതത്തിന്റെ ഭാഗമായി തന്നെ തീരും. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. നടക്കില്ല എന്ന് വിചാരിച്ച ചില കാര്യങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായി വന്ന് ഭവിക്കും. ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകുന്ന സമയമാണ്. അതിനാൽ തന്നെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉയർച്ചകൾ വന്നു ചേരാം. ഒരു വ്യക്തിയെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അത് പല മേഖലകളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ തേടി എത്തുക തന്നെ ചെയ്യും. അന്വേഷണകരമായ മനസ്സ് നിങ്ങൾക്കുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾ വ്യക്തമായി തന്നെ ചിന്തിച്ച് പ്രവർത്തിക്കുന്നവർ തന്നെയാകുന്നു. എന്നിരുന്നാലും പലപ്പോഴും നിങ്ങളെ ഭാഗ്യം തുണച്ചിരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ അർഹിച്ചിരുന്ന രീതിയിൽ തന്നെ സൗഭാഗ്യങ്ങൾ തേടിയെത്തിയിരുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്ന് ചേരുന്ന സമയം കൂടിയാണ് ഇത്. മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ നിങ്ങൾക്ക് പ്രത്യേകമായ കഴിവ് ഉള്ളവരാകുന്നു. മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ സ്ഥാനം നേടിയെടുക്കുവാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അതിനാൽ തന്നെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും. പല വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുക തന്നെ ചെയ്യും. ബുദ്ധിപരമായി ചിന്തിക്കുന്നവരാണ് നിങ്ങൾ. അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനും
അതുമൂലം ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനും സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഒരു മേഖലയിൽ നിൽക്കുന്നവരാണ് നിങ്ങൾ. അതിനാൽ തന്നെ അത്തരം മേഖലകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പല അനുഭവങ്ങളും വന്ന് ചേർന്നിട്ടുള്ളതുമാണ്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. സ്നേഹിച്ചാൽ കണ്ണടച്ച് വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ. പല വ്യക്തികളെയും ഇപ്രകാരം നിങ്ങൾ വിശ്വസിച്ചിട്ടുള്ളതുമാകുന്നു. അതുമൂലം പല പ്രശ്നങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വന്നിട്ടുമുണ്ട്. അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ഇനി വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു. ആരെയും കണ്ണടച്ച് വിശ്വസിച്ച് ഒരു കാര്യവും നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല. അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടമേ നൽകൂ എന്ന കാര്യവും ഓർക്കേണ്ടതാണ്. വാക്ക് പറഞ്ഞാൽ നിങ്ങൾ വാക്ക് തന്നെയാണ്. ആ കാര്യം പാലിക്കുവാൻ പലപ്പോഴും ശ്രമിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം. കൂടാതെ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് പ്രധാനം തന്നെയാണ്. ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് അത് മനസ്സിൽ ഉറപ്പിച്ചാൽ അതിൽ വിശ്വാസം വരികയാണ് എങ്കിൽ പിന്നീട് അതിൽ നിന്നും മാറില്ല എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. അത്തരത്തിൽ ഉള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. ഒരു കാര്യം തീരുമാനിച്ചാൽ അത് മാറ്റാൻ ബുദ്ധിമുട്ടാണ് എന്ന് തന്നെ നിങ്ങളെക്കുറിച്ച് പറയാം. ശക്തരാണ് നിങ്ങൾ. കൂടാതെ സാമ്പത്തികപരമായ നേട്ടങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നവർ തന്നെയാണ് നിങ്ങൾ. ഒപ്പമുള്ളവരെ സംരക്ഷിക്കുവാൻ പ്രത്യേകമായ കഴിവ് നിങ്ങൾക്കുണ്ട്. മാതാപിതാക്കളെയും സംരക്ഷിക്കുന്നവരാണ് എന്ന് നിങ്ങളെക്കുറിച്ച് പറയാം. അറിവ് നേടുവാൻ ആഗ്രഹിക്കുന്നവരും അത്തരത്തിൽ സാധിക്കുന്നവരുമാണ് നിങ്ങൾ. പൊതുവെ നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശരിയായ രീതിയിൽ വന്ന് ഭവിക്കൂ എന്ന കാര്യവും ഓർക്കുക.